അസ്സലാമു അലൈക്കും. സുഹ്റ സുഹ്റ എന്താ ഇക്ക? സുഹ്റ ഞാൻ ഉറങ്ങട്ടെ ഇക്ക, ഒന്നും മിണ്ടാതിരിക്കെ. എൻ്റെ സുഹ്റ എന്താ ഇക്ക? അടങ്ങിക്കിടക്കേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാൻ കിടന്നിരുന്ന തൻ്റെ ശരീരത്തിൽ ഇക്കിളിക്കൊട്ടി കുറുമ്പോടെ വിളിക്കുന്നവനോട് ഉറക്കത്തിൽ സുഹ്റ പതുക്കെ പറഞ്ഞു, ഉറങ്ങണ്ട സുഹ്റ, കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം. കൈകൾ തൻ്റെ ശരീരത്തിൽ അലിയുന്നതോടൊപ്പം വശ്യമായ സ്വരത്തിൽ പറയുന്നവനെ സുഹ്റ ആ ഇരുട്ടിലും കൂർപ്പിച്ച് നോക്കി. അവൻ്റെ സ്വരം അവളെ തളർത്തി കളഞ്ഞിരുന്നുവെങ്കിലും മിണ്ടാതെ പതുങ്ങിക്കിടക്കുന്നവളുടെ കണ്ണുകളിലെ കുറുമ്പ് അറിയുന്നവൻ അത് കാണാനുള്ള അതിയായ ആഗ്രഹം കാരണം കൈകൾ നീട്ടി ലൈറ്റ് ഓൺ ചെയ്തു. കണ്ണുകളിലേക്ക് ഇരിച്ചു കയറുന്ന വെളിച്ചത്തെ മറികടക്കാൻ എന്നോണം സുഹ്റ മുഖത്തോടെ ബ്ലാങ്കറ്റ് മൂടിയതും അതേ സ്പീഡിൽ അതെടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ. ഇക്ക, ആ ലൈറ്റ് ഒന്ന് ഓഫാക്കിക്കേ. തന്നെ നോക്കി കുറുമ്പോടെ വിളിക്കുന്നവൾ ഒരു ചിരിയോടെ നോക്കി നിന്നവൻ. അവൾക്ക് മുന്നിൽ കൈകൾ തലചേർത്തി കിടക്കുന്നവനെ കണ്ടതും സുഹ്റയിലൊരു പിടപ്പ് അനുഭവപ്പെട്ടു. അവിടുത്തെ നിമിഷം കടന്നു പോയേക്കാവുന്ന സ്നേഹപ്രകടനങ്ങൾ ഓർത്തുകൊണ്ടായിരുന്നു അതെന്ന് മാത്രം. തൻ്റെ സമ്മതത്തിന് വേണ്ടി കണ്ണുകളിലേക്ക് നോക്കിക്കിടക്കുന്നവന് ഒരു ചെറു പുഞ്ചിരിയോടെ സമ്മതം കൊടുത്തുകൊണ്ട് തിരിഞ്ഞു കിടന്നിരുന്നു അവൾ. അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിൻ്റെ തീവ്രത താങ്ങാനാവില്ല എന്ന പോലെ വയറിൽ മുറുകിയ കൈകളാലെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി കഴുത്തിലേക്ക് ചുണ്ടുകൾ ചേർക്കുന്നവൻ്റെ ചുംബന ചുണ്ടിൽ തളർന്നു പോയി അവൾ. ഇമ്രാൻ്റെ അതിരങ്ങൾ ശരീരമാകെ ഊർന്നിറങ്ങി അലഞ്ഞ് നടക്കുന്നത് കണ്ണുകൾ അടച്ചു കിടക്കുന്നതിനിടയിലും അവൾ അറിയുന്നുണ്ടായിരുന്നു. ഇനിയും അത് താങ്ങാനുള്ള ശേഷി അവൾക്ക് കൈവന്നില്ലെന്ന് ഓർത്തു അവൾ. സുഹ്റ, കണ്ണു തുറക്കേ. എന്തിനാ ഇങ്ങനെ അടച്ചു പിടിച്ചത്? കാതോരം ചേർന്ന അവൻ്റെ പതിഞ്ഞ ശബ്ദം പോലും അവളെ തളർത്തിയിരുന്നു. അറിയുന്നതാണ് കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ നോക്കാൻ തനിക്കാവില്ലെന്ന്. എന്നാലും കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് ആഗ്രഹം നേടിയെടുക്കാൻ അറിയുന്നവൻ. ഇമ്രാൻ്റെ ചുണ്ടുകൾ മിഴികളിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പരിശ്രമത്തിനൊടുവിൽ അവളുടെ കണ്ണുകൾ തൻ്റെ മുഖത്ത് വന്ന് പതിയുന്നതും തൻ്റെ നോട്ടം താങ്ങാനാവാതെ ഒരു പിടപ്പോടെ കണ്ണുകൾ മാറ്റുന്നതും അറിഞ്ഞവൻ. അതിന് സമ്മതിക്കാതെ രണ്ട് കവിളിലും കൈകൾ ചേർത്ത് വെച്ചവൻ. ഒന്ന് ഞാൻ കണ്ടോട്ടേടി. അവളിലെ ഭാവം തന്നിലെ പ്രണയത്തിൻ്റെ തീവ്രത ആളിക്കത്തിക്കാൻ പാകത്തിനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞതും അവളുടെ വിറകൊള്ളുന്ന ചുണ്ടുകളിലേക്ക് ചേക്കേറിയിരുന്നു അവൻ. നോവിക്കാതെ വളരെ മൃദുലമായി അവളിൽ പ്രണയം പൊഴിച്ചപ്പോൾ അത് താങ്ങാനാവാത്ത വിധം അവൾ അവനെ തന്നെ ചേർത്ത് പിടിച്ചു. ഇടയ്ക്കിടെ തൻ്റെ പേര് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പ്രണയത്തോടെ വിളിച്ചുകൊണ്ട് തൻ്റെ ശരീരമാകെ അലഞ്ഞു നടക്കുന്നതിനെ അവൾ നോക്കിക്കിടന്നു. വികാരം ശരീരമാകെ പടർന്നു കയറിയിട്ടും തന്നിലെ സ്ത്രീയെ ഉണർത്താൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി അവൾക്ക്. ഒടുവിൽ തന്നിലെ സ്ത്രീയും ഉണർന്നുവെന്നറിഞ്ഞിട്ടും അവൻ സമ്മതത്തിന് വേണ്ടി തൻ്റെ മുഖത്തേക്ക് കണ്ണു നട്ട് നിൽക്കുന്നവൻ കുറുമ്പോടെ വിലങ്ങനെ സമ്മതമല്ലെന്ന രീതിയിൽ തലയാട്ടുമ്പോഴും ഒരു ചെറിയ പുഞ്ചിരി ചുണ്ടുകളിൽ ഒളിഞ്ഞു കിടന്നിരുന്നു. ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പ്രണയം തീർക്കുമ്പോഴും അവൾ തങ്ങളുടെ ആദ്യ സമാഗമത്തിൻ്റെ ഓർമ്മയിലായിരുന്നു. പരസ്പരം ഇഷ്ടത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി പൂർണ്ണമായും ഇമ്രാൻ അവളുടെ മനസ്സിൽ കൂടുകൂട്ടിയെന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിച്ചത്. ഷാജഹാൻ്റെ കൂടെയുള്ള ഓരോ രാത്രിയും എന്നിലെ സ്ത്രീയെ വേദനിപ്പിക്കാതെ ഇരുന്നിട്ടില്ല. മനസ്സും ശരീരവും മരിച്ച് മണ്ണടഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയ ഓരോ രാവും പകലും ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയമാണ്. പക്ഷേ അന്ന് ആദ്യമായി ഇമ്രാനിലൂടെ അവൾ അറിഞ്ഞു സ്നേഹപൂർണ്ണമായ കൂടിച്ചേരലുകൾ. തൻ്റെ സമ്മതത്തോടെ മാത്രം തന്നെ സമീപിക്കുന്ന പുരുഷനെ അറപ്പോടും വെറുപ്പോടും നോക്കിയിരുന്ന സുഹ്റയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെയെല്ലാം സ്നേഹത്തോടെ അവൾ അവന് വേണ്ടി പരിചയിച്ചു തുടങ്ങി. അവയെ പ്രണയത്തോടെ മാത്രം നോക്കുന്നവനെ കണ്ടില്ലെന്ന് നടിക്കാൻ ആവുമായിരുന്നില്ല. ഒരിക്കലും വേദന എന്തെന്നറിയാത്ത പ്രണയത്തോടെയുള്ള നിമിഷങ്ങൾ താനും ഇഷ്ടപ്പെട്ടു പോയി. എല്ലാം അവനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. തന്നിലെ പ്രണയം മുഴുവനും അവളിലേക്ക് അർപ്പിച്ചുകൊണ്ട് സുഹ്റയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളിലേക്ക് ചാഞ്ഞു കിടക്കുമ്പോൾ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചുണ്ടുകൾ പതിപ്പിക്കാൻ അവൻ മറന്നില്ല. സന്തോഷത്തോടെ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ സുഹ്റയും അവനും ചേർത്ത് പിടിച്ചു. ആമി, ഇതേ ഓടിക്കല്ലേ പെണ്ണേ, എന്തായാലും ഇന്ന് സ്കൂളിൽ പോവാതെ പറ്റില്ല.
ഹോ, കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് ഈ പെണ്ണിനെ. സ്കൂളിലേക്ക് പോകാൻ സമയമായിട്ടും ഓടിക്കളിക്കുന്ന ആമിയുടെ പിന്നാലെ നടന്ന് വശം കിട്ടുപോയിരുന്നു സുഹറ. ഇടയ്ക്കിടെ സോഫയിലിരുന്നു കൊണ്ട് എന്തൊക്കെയോ പേപ്പറുകളിൽ കണ്ണു നട്ടിരിക്കുന്നവനെ നോക്കി പേടിപ്പിക്കാനും അവൾ മറന്നില്ല. എല്ലാം ഇമ്രാൻ കാണുന്നുണ്ടെങ്കിലും മറച്ചു പിടിച്ചത് ചിരിയോടെ അവൾ ഇരുന്നു. ഇടപെട്ടാൽ ചിലപ്പോൾ സുഹറയുടെ വായിലിരിക്കുന്നത് മുഴുവനും കേൾക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ പറയുന്നത് ഞാൻ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. ഇന്നിപ്പോൾ ഓഫീസിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് പെണ്ണിന് സ്കൂളിൽ പോകാൻ മടി. ആമേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ. നീ എന്താ പറഞ്ഞാൽ കേൾക്കൂലേ? സഹിക്കാൻ വയ്യാതെ ദേഷ്യത്തിൽ ചെറുതായെന്ന് അവളെ പിടിച്ചു നിർത്തി ഒന്ന് അടിക്കുകയും ചെയ്തയോടെ ആമി സുഹ്റയുടെ കൈ തട്ടിമാറ്റി കരഞ്ഞുകൊണ്ട് ഓടി ഇമ്രാൻ്റെ മടിയിൽ കയറിയിരുന്നു. എന്താ സുഹ്റ ഇത്? ആമി കരയുന്നത് കേട്ടില്ലേ? വേദനിച്ചെന്ന് തോന്നുന്നു. ഇന്ന് പോകുന്നില്ലെങ്കിൽ പോണ്ട. KG ആയല്ലേ ഉള്ളൂ. അത്രയും പഠിത്തമൊക്കെ മതി അല്ലേ ആമി? നീ പോയി വേറെ എന്തെങ്കിലും ചെയ്യ്. എൻ്റെ കുഞ്ഞൊന്നും പോകുന്നില്ല. അവസാന വാക്ക് പോലെ ഇമ്രാൻ ആമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കാണിക്കെന്ന് പറഞ്ഞുകൊണ്ട് സുഹ്റ ദേഷ്യപ്പെട്ടു പോയിരുന്നു അവിടെ നിന്ന്. കണ്ടോ ആമി, ഉമ്മി പിണങ്ങിയില്ലേ? ഇത് ശീലാക്കണ്ട കേട്ടോ. സ്കൂളിലൊക്കെ പോകണം. നല്ല കുട്ടിയായി നല്ലോണം പഠിക്കണം. മിടുക്കിയാവണം കേട്ടോ അബ്ബൻ്റെ മോള്. വാത്സല്യത്തോടെ പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് മുത്തി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജോലി തുടരുന്ന ഇമ്രാനെ ഒരു ചിരിയോടെ നോക്കിപ്പോയി സുഹ്റ. അവരിൽ നിന്നൽപ്പം മാറിയാണ് ഇരിക്കുന്നതെങ്കിലും ആമയുടെയും ഇമ്രാൻ്റെയും കളിച്ചിരികളും കുസൃതിയുമെല്ലാം കാണാം. എൻ്റെ ഭാഗ്യം, അവരെ നോക്കി സന്തോഷത്തോടെ അവൾ പറഞ്ഞു. ടേബിളിൽ എവിടെയോ കിടന്നടയ്ക്കുന്ന ഫോൺ ചിരിയോടെ നോക്കി നിന്നവൾ സജിനയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉറക്കത്തെ മുറിച്ചുകൊണ്ട് തൻ്റെ ഫോണിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന ആ ഒരു കാൾ ആരെന്ന് ആദ്യമേ ഫോൺ എടുത്ത് കൊണ്ട് ചെവിയിലേക്ക് ചേർത്തപ്പോൾ ഇത്താത്ത എന്ന് വിളി. തൻ്റെ കുഞ്ഞനിത്താണെന്ന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടിയിരുന്നില്ല. സന്തോഷമാണോ, സങ്കടമാണോ, പരിഭവമാണോ, ദേഷ്യമാണോ എന്നറിയാത്തൊരു വികാരം. അടുത്തിരിക്കുന്ന ഒരുവൻ തരുന്ന സ്നേഹവും സംരക്ഷണവും കൊണ്ട് താൻ സമ്പന്നയാണെങ്കിലും സ്വന്തം കൂടെപ്പിറപ്പുകളുടെയും ഉമ്മയുടെയും അഭാവം ഹൃദയത്തിൽ ഒരു കല്ലെടുത്ത് വെച്ച പോലെയായിരുന്നു അവൾക്ക്. ഒരു മൂളൽ മാത്രമാണ് അപ്പോൾ അവളുടെ നാവിൽ നിന്ന് വന്നത്. കരഞ്ഞു പോകുമെന്ന് ഉറപ്പായിരുന്നു. അവർക്ക് മുന്നിൽ കരയില്ലെന്ന് ഉറപ്പിച്ചത് കൊണ്ട് മാത്രം വേറൊന്നും പറഞ്ഞില്ല. വിളിച്ച കാര്യം പറയൂ എന്ന് ഒരു മയവുമില്ലാതെ പറഞ്ഞു. ഒരു പൊട്ടിക്കരച്ചിലൂടെ വീട്ടിലെ അവസ്ഥകളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. ചെയ്തു പോയതിനെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് അവൾ അവസാനിപ്പിക്കുമ്പോൾ അവളും കരഞ്ഞു പോയിരുന്നു. കൂടുതലൊന്നും പറയാനോ കേൾക്കാനോ ഇല്ലാത്ത പോലെ ഫോൺ വെച്ചു. എന്തായിരുന്നു ആ സമയത്തെ വികാരമെന്നറിയില്ല. ഞാനിവിടെ സുഖമായിരിക്കുമ്പോൾ എൻ്റെ കുടുംബം എവിടെ കഷ്ടപ്പെടുകയായിരുന്നല്ലോ എന്ന് ഓർക്കും തോറും ഉള്ള നീറി. ഒരുപാട് സങ്കടങ്ങൾ തന്നവരാണെങ്കിലും സ്വന്തമൊന്ന് പറയാൻ എനിക്കുള്ളവരല്ലേ. നശിച്ചു പോകണം എന്നൊന്നും ഒരിക്കലും കരുതിയിട്ടില്ല. അവർ സന്തോഷമായിട്ടിരിക്കണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഉമ്മയെ കാണാൻ കണ്ണ് തുടിക്കുമ്പോഴും ഇഷ്ടമാവില്ല എന്ന ഓർമ്മയിൽ ആ ആഗ്രഹം മാറ്റിവെച്ചതാണ്. അന്നും എന്നെ ചേർത്ത് പിടിച്ചത് ആ വലിയ മനുഷ്യനാണ്. ഇന്നെൻ്റെ സന്തോഷമായവൻ. വീടിൻ്റെ കടം, റമീസിന് സ്വന്തം കമ്പനിയിൽ ജോലി, അസീനാക്ക് വേണ്ട സഹായങ്ങൾ, അങ്ങനെ എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ ഇതാ ഓഫീസിൽ ജോലി ചെയ്യുന്ന നല്ലവനായൊരു പയ്യനുമായി സജിനയുടെ വിവാഹം ഉറപ്പിച്ചു. പക്ഷെ ഒരിക്കൽ പോലും നേരിട്ട് ഇടപെടുകയോ പോവുകയോ ചെയ്തില്ല. എല്ലാം ഇമ്രാൻ്റെ ഉപ്പയായിരുന്നു ചെയ്തത്. ഉമ്മ വിളിക്കാതെ നീയോ ഞാനോ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവുകയില്ല, വിളിക്കുകയുമില്ല. ഇമ്രാൻ്റെ തീരുമാനമായിരുന്നു. ഉമ്മാക്ക് കുറ്റബോധമാണെന്ന് ഇടയ്ക്കിടെ വിളിക്കുന്ന സജിനയിൽ നിന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഉമ്മാക്ക് അങ്ങോട്ട് വിളിക്കാൻ അവൾ മുതിർന്നില്ല. എല്ലാ വിശേഷങ്ങളും അറിയുന്നുണ്ടെങ്കിലും ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് അസീനയും പല പ്രാവശ്യം കണ്ണുനീരോടെ വിളിച്ചു. ആരോടും ഒരു ദേഷ്യവുമില്ലെന്ന് മാത്രമേ സുഹറക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. റമീസ് ഇടയ്ക്കിടെ വരും. ഇടയ്ക്കൊക്കെ വിളിക്കുന്ന സജിനയും അസീനയും ഉമ്മയുടെ ശബ്ദം കേൾക്കാനായില്ലെങ്കിലും അവർ കൂടെയുണ്ടല്ലോ എന്ന സന്തോഷമുണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞുള്ള സജിനയുടെ നിക്കാഹിന് ചെല്ലണമെന്ന് പറയാനാണ് പെണ്ണ് എന്നും വിളിക്കുന്നത്. ഉമ്മ വിളിക്കാതെ വരില്ലെന്ന് അവളോട് പറഞ്ഞിട്ടില്ല. പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനിടയിൽ സങ്കടമാവണ്ട എന്ന് കരുതി. പോവാനും കൂടാനും ആഗ്രഹമുണ്ടെങ്കിലും പ്രിയപ്പെട്ട ഒരുവൻ്റെ വാക്കോളം ഒന്നുമില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. അവരോട് ദേഷ്യം ഉണ്ടായിട്ടില്ല. അപമാനിച്ചു വിട്ടവരുടെ അടുത്തേക്ക് വലിഞ്ഞു കയറി ചെല്ലേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം. സുഹറ ഓരോന്നാലോചിച്ചുകൊണ്ട് റിങ് ചെയ്യുന്ന തൻ്റെ ഫോണ് എടുത്ത് ചെവിയിൽ വെച്ചു. മോളെ. ഫോൺ എടുത്ത് ചെവിയിലേക്ക് ചേർത്തതും കേൾക്കുന്നത് ഉമ്മയുടെ ശബ്ദം. കരഞ്ഞു പോയവൾ എത്ര അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും കഴിയില്ല. ഉമ്മയും അപ്പുറത്ത് കരയുകയാണെന്ന് അറിയാമായിരുന്നു. മോളെ,
ഈ ഉമ്മാനോട് എന്നോട് പൊറുക്കണേ സൂറ. കരച്ചിലൂടെ പറയുന്ന ഉമ്മയെ കേൾക്കെ വീണ്ടും കരച്ചിലിൻ്റെ ആഴമേറി. കഴിഞ്ഞതും ചെയ്തതുമെല്ലാം പറഞ്ഞ് വീണ്ടും വീണ്ടും ആമിനുമ്മ മാപ്പ് ചോദിക്കുമ്പോൾ സുഹറക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഉമ്മ ഉമ്മ. വർഷങ്ങൾക്ക് ശേഷം നാവിൽ നിന്നും ആ വാക്ക് ഉയർന്നപ്പോഴും സുഹറയ്ക്ക് പിഴച്ചു പോയില്ല, ഇടറിയില്ല. ഒരുപാട് സമയം എടുത്തുകൊണ്ട് പറഞ്ഞവസാനിപ്പിച്ച് കണ്ണുനീർ ചോർന്ന സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെച്ച് തുടങ്ങി. ഉമ്മാക്ക് എൻ്റെ കുട്ടീനൊന്ന് കാണണം, ഒന്ന് വരും എൻ്റെ അടുത്തേക്ക്. എത്ര കാലം ഇനി ഉണ്ടെന്നറിയില്ല. ഞാനില്ലെങ്കിലും കൂടെപ്പിറപ്പാക്ക് ഉമ്മാൻ്റെ സ്ഥാനത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പേടില്ല, അന്നെ ഒന്ന് കാണാൻ കഴിയാതെ, ആ നെറ്റിയിലൊരു ഉമ്മ തരാതെ ഈ ഉമ്മ മരിച്ചു പോവുമെന്ന് മാത്രമാണ് പേടി. ഇജ്ജ് വരൂലേ സുഹ്റ എന്നെ കാണാൻ? അപേക്ഷയോടെ ചോദിക്കുന്ന ഉമ്മയോട് വരുമെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ്, അത്രമാത്രം. അതെ, എല്ലാത്തിലും ഉടയവൻ്റെ വിധി വേണം. ജീവിച്ചു തീർത്ത കയ്പുള്ള നാളുകളും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മധുരമുള്ള ജീവിതവും അവൻ്റെ വിധി മാത്രം. എങ്കിലും ഉമ്മയുടെ ഫോൺ അവസാനിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും മാറിപ്പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും ചുണ്ടുകളിലും ഹൃദയത്തിലും മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇതുവരെ അനുഭവിക്കാത്തൊരു തണുപ്പുണ്ടായിരുന്നു. കണ്ടോ ആമിക്കുട്ടി, എൻ്റെ ഉമ്മ കാട് കയറിപ്പോയിട്ടോ, ഇന്നിനിവിടെ കണ്ണീർപ്പുഴായിരിക്കും. അതും പറഞ്ഞു കൊണ്ടുവന്ന് തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന അബ്ബയെയും ആമിയെയും നോക്കി സുഹറ ജാള്യതയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ചു. ആമിയെ എടുത്തുകൊണ്ട് തന്നെ നോക്കി പറയുന്ന ഇമ്രാനെ അവൾ സന്തോഷത്തോടെ നോക്കി. എന്താ സുഹറ, ഉമ്മ വിളിച്ചോ? ബാൽക്കണിയിൽ നിൽക്കുന്ന സുഹറയുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സുഹറയുടെ മുഖത്തെ ചിരി കാണെ അവൻ ചോദിച്ചു. വിളിച്ചു. അവൾ സന്തോഷത്തോടെ ഒന്ന് തലയാട്ടി. പോവണോ? അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വേണമെന്നർത്ഥത്തിൽ അവളൊന്ന് മൂളി. പോവാം. സുഹറ ഒന്നുകൂടി ആ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു. എവിടെ പോവാണ് അബ്ബാ? ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആമി സംശയത്തോടെ ചോദിച്ചു. ആരെ കുഞ്ഞിയെ, ഇക്കാക്കമാരെ, ഉമ്മൂമ്മ, ഉപ്പൂപ്പ എല്ലാവരുടെയും അടുത്ത് പോവാം. അത് കഴിഞ്ഞ് സജിന മാമിയുടെ കല്യാണത്തിന് പോട്ടെ ആമിക്കുട്ടി. കണ്ണുകൾ വിടർത്തിക്കൊണ്ട് വേണമെന്ന് പറഞ്ഞ് തലയാട്ടുന്നവളെ നോക്കി ഒന്ന് ചിരിച്ചു ഇമ്രാൻ. തന്നോട് പറ്റിച്ചേർന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന രണ്ടുപേരെയും കാണും തോറും ഇമ്രാൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ ഭാഗ്യമായവൻ. അഴിഞ്ഞു പോകുന്ന കൈകളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ വിടാതെ പിടിച്ചു അവൻ. എന്നീ ലോകത്തെ ഭാഗ്യവതി ഞാനാണ്. നന്ദിയോടെ അവൾ അള്ളാഹുവിനെ സ്മരിച്ചു. ഉറ്റയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്ന നിമിഷത്തെയും സ്വപ്നം കണ്ട് സുഹറ തൻ്റെ ഭാഗ്യമാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ഇനി ഒരിക്കലും പിരിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ. ഇൻഷാ അല്ലാഹ്, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു കഥയുമായി വീണ്ടും വരാം. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അസ്സലാമു അലൈക്കും.